കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവിക കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങൾക്കുള്ള നിത്യജീവനാകുന്നു. ജീവനും ആത്മാവുമാകുന്നു, പരിശുദ്ധാത്മാവും ആകുന്നു. നിത്യജീവനും പരിശുദ്ധാത്മാവും ആണ് ദൈവത്തിന്റെ വചനമെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. നമ്മുടെ ദൈവം മൗനമായിരിക്കുന്നവനല്ല, അവൻ സംസാരിക്കുന്നവനാണ്. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കർത്താവ് നമ്മുടെ ചെവികളെ തുറക്കുന്നു. ലുദിയയുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? തുറന്നു. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. അവൻ എൻ്റെ ചെവി തുളച്ചപ്പോൾ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായെന്ന് ദാവീദ് പറയും. കൊർന്നല്യോസിന് ഭക്തനായിരുന്നു, പക്ഷെ ഹൃദയം അടഞ്ഞിരുന്നവനായിരുന്നു. പത്രോസ് പരിശുദ്ധാത്മാവിൽ സംസാരിച്ചപ്പോൾ കൊർന്നല്യോസിന്റെ ഹൃദയം തുറന്നു, ദൈവത്തെ അറിഞ്ഞു. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തർഭാഗത്തിലെ ചെവി, ആത്മീയ ചെവി തുറക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് നമ്മുടെ നിത്യജീവൻ ആവശ്യമായതാണ് ദൈവത്തിന്റെ വചനത്തിലുള്ളത്. വചനം ദൈവമാകുന്നു, അവൻ ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം. അപ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വചനത്തിൽ നിന്ന് വചനം എന്ത് ചെയ്യണം? സംസാരിക്കണം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണം? സംസാരിക്കുന്ന വചനം എന്ന് പറയുന്നത് വചനത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ലാതെ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ സംസാരിക്കുമ്പോൾ ആത്മാവ് സഭയോട് സംസാരിക്കുന്നു. അത് ദൈവത്തിന്റെ ആത്മാവ് തുറക്കപ്പെട്ട ഹൃദയങ്ങളിലേക്ക് അതെന്ത് ചെയ്യുന്നു? പകരുന്നു. അത് 30, 60, 100 മേനി ഫലമുള്ളതായി തീരും. ജീവന്റെ കൃപകൾ അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവിനെ പിൻപറ്റുന്നവരുടെ വ്യത്യസ്തങ്ങളായ കൂട്ടങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ നടന്ന ഒരു കൂട്ടം ആൾക്കാര്, അതുപോലെ തന്നെ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി നടന്ന ഒരു കൂട്ടം ആൾക്കാര്, കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടുന്നതിന് പരീക്ഷ ഗണത്തിലും ശാസ്ത്രിമാരുടെ ഗണത്തിലും ഒക്കെ ചുറ്റിപ്പറ്റി നടന്ന ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആൾക്കാർ കർത്താവിനെ ചുറ്റിപ്പറ്റി എന്ത് ചെയ്തിരുന്നു? നടന്നിരുന്നു. ശിഷ്യന്മാരെന്നുള്ള ഒരു ഗണവും കർത്താവിനെ ചുറ്റിപ്പറ്റി എന്ത് ചെയ്തിരുന്നു? നടന്നിരുന്നു. അവർക്ക് ആഗ്രഹമുള്ളത് നിത്യജീവനെ കുറിച്ചാണ്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലിരിക്കുന്നു. നിന്റെ പക്കലിരിക്കുന്ന നിത്യജീവൻ കേൾക്കുവാൻ, അറിയുവാൻ, പ്രാപിക്കുവാൻ അത്രയും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? വന്നിരിക്കുന്നു. ഒരിക്കൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ എന്ത് ചെയ്യുന്നു? അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞത് ഒരു കാര്യമാണ്, പുനരുദ്ധാനത്തിൽ നിങ്ങൾ എന്നോടുകൂടെ ആയിരിക്കും. കർത്താവിനെ അനുഗമിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പുനരുദ്ധാനത്തിൽ നിങ്ങൾ എന്നോടുകൂടെ ആയിരിക്കും. അതിനേക്കാൾ വലിയൊരു കാര്യം നമുക്ക് ഉണ്ടോ? അപ്പോൾ കർത്താവിനെ അനുഗമിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കണം? പുനരുത്ഥാനം ലഭിക്കണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം തേജസ്സിൽ എടുക്കപ്പെടും. ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ കല്ലറകൾ എന്ത് ചെയ്യും? തുറക്കും. മനുഷ്യപുത്രന്റെ വരവിൽ അതെന്ത് ചെയ്യും? സംഭവിക്കും. അപ്പോൾ കർത്താവ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ശിഷ്യഗണത്തോട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യം അവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്തു? ഉണ്ടായി. കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം. യേശുക്രിസ്തു ഒരിക്കലായിട്ട് ഈ ഭൂമിയിൽ വന്നത് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ പിശാച് വഞ്ചിച്ചത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ അവന്റെ ആത്മാവിന്റെ നിത്യ മരണം, നരകമെന്നുള്ള അനുഭവത്തിൽ നിന്ന് അവനെ വീണ്ടും മടക്കിയെടുക്കുവാൻ പിതാവാം ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിക്കകത്ത് എന്നെ രക്ഷിപ്പാൻ, നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ
പുത്രനാം ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീരണം എന്നുള്ളതായിരുന്നു പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടം. എന്നെ രക്ഷിപ്പാൻ ക്രിസ്തു എന്ത് ചെയ്യണം? യാഗമായി തീരണം. ആ ഇഷ്ടത്തിലേക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മഹിമ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു? വെളിപ്പെട്ടു വന്നു. അതാണ് രക്ഷിക്കപ്പെടുന്ന അനുഭവം. അവന്റെ പുനരുത്ഥാനത്താൽ നമുക്ക് നീതീകരണത്തിന്റെ അനുഭവം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയും നീതീകരണത്തിന് അനന്തരം ലഭിക്കുന്ന നിത്യജീവനും വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു? അവകാശമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുമ്പോൾ കേവലം ഭൗമികമായ ചില വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളോ വിടുതലോ അനുഗ്രഹങ്ങളോ അത്ഭുതങ്ങളോ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രാപിച്ചവരൊക്കെ ദൈവത്തിന്റെ വചനത്തെ കർത്താവ് പ്രസ്താവിച്ചു തുടങ്ങിയപ്പോൾ കർത്താവിന്റെ അടുക്കൽ നിന്ന് അവരെന്ത് ചെയ്തു? വിട്ടുപോയി. അത്ഭുതങ്ങൾ നടന്ന സമയത്തിൽ ജനം എപ്പോഴും കർത്താവിനെ ചുറ്റിപ്പറ്റി എന്ത് ചെയ്തിരുന്നു? നടന്നിരുന്നു. എന്നാൽ വചനം സംസാരിച്ചപ്പോൾ ജനം പിരിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ സകല ജനവും പിരിഞ്ഞു പോയപ്പോൾ അവശേഷിച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് പറയുകയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ആയിരിക്കും. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? യേശു വിളിച്ചു പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ തന്നെയാണ് നിത്യജീവനിലേക്കുള്ള വഴി. ഞാൻ തന്നെയാണ് നിത്യജീവന്റെ സത്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ മുഖാന്തരമല്ലാതെ നിത്യജീവനിൽ പിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുന്നതും ബഹുജനം കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരിക്കണം. നിത്യജീവൻ അവകാശമാക്കുവാൻ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യുന്നു? നടത്തിക്കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി കർത്താവ് ഒരുക്കിയ കാര്യങ്ങളൊക്കെ കാണുവാൻ തക്കവണ്ണം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു. ഒരിക്കൽ കർത്താവ് വന്നത് പാപത്തിന് പരിഹാരം വരുത്താനാണ്. എന്നാൽ ഇനി കർത്താവ് വരുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എന്നേക്കുമായി നിത്യതയിൽ ദൈവസന്നിധിയിൽ ചേർക്കുവാനാണ് ഇനി കർത്താവ് വരുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട് ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം തന്നെ കർത്താവ് മറുപടി കൊടുത്തിരുന്നു. അപ്പോൾ കർത്താവിനോട് നടന്ന കാരണം ജനത്തിന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ചില സത്യങ്ങൾ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു? മനസ്സിലായിരുന്നു. കർത്താവ് വീണ്ടും വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ബോധ്യമായി. കർത്താവ് സ്വർഗാരോഹണം അന്ന് എന്ത് ചെയ്തിട്ടില്ല. സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും സംഭവിക്കാതിരിക്കുമ്പോൾ തന്നെ കർത്താവ് വീണ്ടും എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന കഴമ്പുള്ള ഒരു ചോദ്യമുണ്ട്. നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത്? ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് ഒരടയാളമല്ല പറഞ്ഞത്. അവർ ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം? അവരോട് സംസാരിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ കർത്താവ് ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിന് പ്രതികരിച്ചത് മനസ്സിലാക്കണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 24 25 ഈ 2 അധ്യായങ്ങൾ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച്, അതിന്റെ അടയാളങ്ങൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുകയാണ്. ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അത് നമ്മളോട് ഓരോരുത്തർ കൂടി ഉള്ളതാണ്. ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് 3 ആംഗിളിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു വിശദമായ പഠനമാണ്. ദൈവസഭയോട് സംസാരിക്കുന്നത് ആലങ്കാരികമായ ഭാഷയിലാണ്, ഉപമകളിലൂടെ ഉള്ളതാണ്. ആലങ്കാരികമായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവർക്ക് കർത്താവ് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ത് കഴിയത്തില്ല. ഉപമകളിലൂടെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവിനാൽ ആ ഉപമയിലൂടെ സംസാരിച്ചിരിക്കുന്നതിന്റെ ആഴം മനസ്സിലാക്കി കൊടുക്കാത്ത പക്ഷം കേൾക്കുന്നവന് എന്ത് മനസ്സിലാവത്തില്ല. അപ്പോൾ ദൈവസഭയോട് ദൈവം ഇടപെടുന്ന കാര്യങ്ങൾ ആലങ്കാരികമായി ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് വരുന്നുണ്ട്.
യഹൂദന്മാരോട് കർത്താവ് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്ന കാര്യവും നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരോട് സംസാരിക്കുന്നത് പ്രവചന പുസ്തകത്തിലെ കാര്യങ്ങളെ എടുത്തുകൊണ്ട്, ദാനിയേൽ പ്രവാചക പുസ്തകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവം യഹൂദ ജനതയോട് എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. പുറംജാതികളായ രക്ഷിക്കപ്പെടാത്ത ജനത്തിനോടും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവത്തക്ക രീതിയിലും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ യഹൂദ ജനമുണ്ട്, പുറംജാതിയിൽ നിന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ജനമുണ്ട്, യേശുവിനെ തള്ളിക്കളഞ്ഞ ജനമുണ്ട്. ഈ 3 കാറ്റഗറിയാണ് മനുഷ്യഗണത്തിലുള്ളത്. ദൈവവചനത്തിലൂടെയുള്ള കാര്യങ്ങളിൽ, ദൈവം ഇടപെടുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യഹൂദൻ, ദൈവസഭ, പുറംജാതി. ഈ 3 പേരോടും കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വ്യാപാരം ഒരു വ്യക്തി ജീവിതത്തിന് ഇല്ലാത്ത പക്ഷം ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാട് എന്ത് ചെയ്തില്ല? ലഭിക്കുകയില്ല. ഈ ലോകം കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. അവന്റെ ആത്മാവിനെ ദൈവം നിത്യമായ ആത്മാവിനാലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവജാല ചരാചരങ്ങളെ സൃഷ്ടിച്ചതിനേക്കാൾ അപ്പുറമായും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. കാരണം ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ ആത്മാവിനെ പകുത്തു കൊടുത്തുകൊണ്ട്, ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യനിൽ പകുത്തു കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാലും ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നിത്യമായ നരകത്തിൽ എന്നേക്കും അവന്റെ ആത്മാവ് നശിക്കാതെ അവൻ നിത്യ നരകത്തിൽ അകപ്പെട്ട് അവിടെ കിടക്കാതെ വണ്ണം അവനെ രക്ഷിക്കേണ്ടുന്നതിന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷാപദ്ധതി എന്ത് ചെയ്തത്? ഒരുക്കിയത്. ഈ രക്ഷാപദ്ധതിയെ കുറിച്ചിട്ടുള്ള സുവിശേഷമാണ് എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും അറിയാനുള്ളതും കേൾക്കാനുള്ളതും വിശ്വസിക്കാനുമുള്ളതും. നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നമ്മൾ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ശിഷ്യന്മാർക്ക് ലഭിച്ചപ്പോൾ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. ഞാനിപ്പോ സൂചിപ്പിച്ച വചനം മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിന്റെ 2-ാം പകുതിയിലാണ് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരാൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇന്നേക്ക് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കർത്താവിന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി കർത്താവ് വീണ്ടും എന്ത് ചെയ്യും? വരുമെന്നും. മാത്രമല്ല, ലോകാവസാനത്തിന് ഒരു നാൾ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് എന്ത് ചെയ്തു? ബോധ്യമായി. പക്ഷെ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായിരുന്നില്ല. പത്രോസും ലേഖനം എഴുതുമ്പോൾ പത്രോസും പറയുന്നുണ്ട്, മൂലപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? കത്തി അഴിയും. ഇതെല്ലാം തീക്കായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പത്രോസ് എന്ത് ചെയ്തിരുന്നു? മനസ്സിലാക്കിയിരുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം 3-ാം വാക്യം മുതൽ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം അനുസരിച്ച് നടക്കുന്ന പരിഹാസികളെ, ദൈവത്തെ പരിഹസിക്കുന്ന പരിഹാസികൾ. ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ പരിഹസിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. പക്ഷെ ദൈവത്തെ അറിഞ്ഞവർ പോലും സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ അന്വേഷിച്ച് ആരാധിച്ച് മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള കാര്യങ്ങൾ പ്രാപിക്കാൻ ദൈവത്തെ പരിഹസിച്ച് നടക്കുന്ന വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം, കർത്താവിന്റെ വരവ് അതിന് തൊട്ടു മുമ്പ് അങ്ങനെ ഒരു പരിഹാസികളായ വിശ്വാസികളുടെ ഒരു കൂട്ടം ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നു, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും
ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നുകളയുന്നു. വീണ്ടും അവിടെ വായിക്കുന്നതെന്നാൽ, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വരവ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ അത് ഇനിയും ഒത്തിരി വൈകിട്ടാണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന അനുഭവം എല്ലാ കാലത്തിലൂടെയുള്ള വിശ്വാസഗണത്തെ ഭരിച്ചിരുന്നു. ഇവിടെ പത്രോസ് അതിന് സൂചന കൊടുക്കും. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരത്തെ പോലെ. നമ്മൾ ദൈവവചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ ആസ്പദമാക്കിയിട്ടുള്ള വചന അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കർത്താവ് വന്നതിനനന്തരം 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷങ്ങൾക്ക് തുല്യം. 6 ദിവസം കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ വേലയെല്ലാം പൂർത്തീകരിക്കുന്നു. 7-ാം ദിവസം സ്വസ്ഥം. അപ്പൊ 7-ാം ദിവസം സ്വസ്ഥം എന്ന് പറയുന്നത് പോലെ 1000 ആണ്ട് വാഴ്ച, ദൈവത്തിന് സ്വസ്ഥമായ 1000 ആണ്ട് വാഴ്ചയുടെ ശബത്തനുഭവം എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പോൾ 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസമാണെങ്കിൽ, ബൈബിൾ ചരിത്രം അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഇന്നേക്ക് 6000 വർഷത്തിന് മുമ്പാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആദാഹവമാരെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ 6 ദിവസമാണ് 6000 വർഷം. ഇന്നേക്ക് 2000 വർഷം മുമ്പ് കർത്താവ് വരുന്നതിന് 4000 വർഷം പുറകിലാണ് ആദാഹവമാർ എത്തിയിരുന്നത്, ജീവിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ 1000 വർഷം ഒരു ദിവസം പോലെ. 6000 വർഷം ദൈവത്തിന് 6 ദിവസം. 7-ാം ദിവസം ദൈവത്തിന് ശബത്താണെങ്കിൽ 6000 പൂർത്തിയാകുന്ന സമയത്തിൽ കർത്താവിന്റെ വരവ് എന്ത് ചെയ്യും? സംഭവിക്കും. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ 7-ാം ദിവസം എന്ന് പറയുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് ആ ദൈവിക പദ്ധതി ഭൂമിയിൽ എന്ത് ചെയ്യും? പൂർത്തീകരണം സംഭവിക്കും. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് ദൈവസഭ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ശിഷ്യന്മാർ ചോദിക്കുന്ന കർത്താവിന്റെ വരവിൽ അടയാളങ്ങളെ ചോദിക്കും. ഇവിടെ ശിഷ്യഗണത്തിൽ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നുമില്ലാതിരിക്കുന്ന ഒരു മീൻപിടുത്തക്കാരനായ പത്രോസിന് കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുടെ വെളിപ്പാട് ലഭിക്കുമ്പോൾ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പക്ഷെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. പത്രോസോടെ പറയുന്നു, അവന്റെ വരവിൽ ഒരുക്കമില്ലാത്തവർ എന്ത് ചെയ്യും? കൈവിടപ്പെട്ടു പോകും. ഈ ഒരുക്കത്തെ കുറിച്ചുകൂടെ പത്രോസ് കൃത്യമായി പറയുന്നുണ്ട്. മാനസാന്തരപ്പെടാത്തവർ, പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്തവർ, അനുതപിക്കാത്തവർ, ദൈവിക പ്രമാണങ്ങളിൽ ജീവിതം ക്രമപ്പെടുത്താത്തവർ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ആരും അപ്രകാരം നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് അവന്റെ വരവ് എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആരും നനച്ചിരിക്കാത്ത സമയത്തിൽ കർത്താവിന്റെ വരവ് എന്ത് ചെയ്യും? സംഭവിക്കും. ചില അടയാളങ്ങൾ കാണുമ്പോൾ അവന്റെ വരവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? ബോധ്യമാകും. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ ക്രമപ്പെടുത്തുകയും, എന്നാൽ പിന്നത്തേതിൽ അതിനൊരു അയവ് വന്നു പോയാൽ കർത്താവിന്റെ വരവ് കള്ളനെ പോലെ എന്ത് ചെയ്യും? വരും. അപ്പോൾ ഒരുക്കം എന്നുള്ള കാര്യത്തിൽ നമ്മൾ അയവ് വരുത്താൻ പാടില്ല. കാരണം കർത്താവ് എപ്പോ വേണോ എന്ത് ചെയ്യാം? വരാം. വന്നാലോ എടുക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. എടുക്കപ്പെടേണ്ടുന്നതിന് ഇവിടെ പത്രോസ് ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക എന്നുള്ളത്. ഹല്ലേലൂയ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം.
നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വരവിൽ നമ്മൾ കൈവിടപ്പെടാതെ എടുക്കപ്പെടേണ്ടുന്നതിന് മാനസാന്തരം ഉണ്ടായിരിക്കണമെന്നും വിശുദ്ധ ജീവനം കഴിക്കണമെന്നും ദൈവത്തിന്റെ മുൻപാകെ ഭക്തിയോടുകൂടി ജീവിക്കണമെന്നും ഇവിടെ പത്രോസ് വെളിപ്പെടുത്തി തരികയാണ്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചിരുന്ന, അതായത് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് ആക്കി വെച്ചിരുന്ന അതേ പ്രകൃതി ദൈവം വീണ്ടും എന്ത് ചെയ്യും? റിസ്റ്റോർ ചെയ്ത് കൊണ്ടുവരും, മടക്കി എടുക്കും, എല്ലാം പുതുക്കും. മനുഷ്യൻ ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ വികാസം എന്ത് ചെയ്തു? പ്രാപിച്ചത് നിമിത്തം മനുഷ്യന് പാർക്കുവാൻ കൊടുത്ത ഭൂമിയെ പോലും മനുഷ്യൻ എന്ത് ചെയ്തു? വികൃതമാക്കി കളഞ്ഞു. മൃഗങ്ങൾക്ക് പാർക്കുവാൻ ദൈവം കൊടുത്ത വനമേഖലകൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സുഖമായി അതിന്റെ ആവാസ വ്യവസ്ഥകളിൽ എന്ത് ചെയ്യുന്നു? അവർ ജീവിക്കും. എന്നാൽ മനുഷ്യന്റെ കടന്നാക്രമണങ്ങൾ നിമിത്തമൊക്കെയാണ് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പോലും എന്ത് ചെയ്തേ? വ്യത്യാസങ്ങൾ ഉണ്ടായി. എന്നാൽ ഭൂമിയെ ദൈവം മനുഷ്യന് പാർക്കുവാൻ കൊടുത്തെങ്കിലും മനുഷ്യൻ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ജീവിച്ചത് കാരണം ഈ പ്രകൃതിയെ പോലും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ രീതിയിലെ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യൻ പ്രകൃതിയെ പോലും എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടത്തുമ്പോൾ ദൈവം എങ്ങനെയാണോ ഭൂമിയെ സൃഷ്ടിച്ചത് അതുപോലെ ദൈവം വീണ്ടും ഭൂമിയെ ഒരിക്കൽ കൂടി റിസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്ന് അവിടെയാണ് 1000 ആണ്ട് വാഴ്ച എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നുള്ള ചോദ്യത്തിന് കർത്താവ് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഒരു പശ്ചാത്തല കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളിയിൽ ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. ഈ വാക്യം പുതിയ നിയമസഭയിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു. ഇന്നേക്ക് 2000 വർഷമായി പുതിയ നിയമസഭ ഈ ഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഇവിടെ കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാര്, ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാര്, ക്രിസ്തുവിനെ വിട്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ എല്ലാ കാലത്തും എല്ലാവരും എന്ത് ചെയ്യും? സ്വീകരിക്കും. പക്ഷെ സത്യസുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാർ. രണ്ടാമത്തെ കാര്യം, ജ്ഞാനികളെ. പിതാവിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ദൈവത്തിങ്കൽ നിന്ന് നമുക്കുള്ള ജ്ഞാനമാണ് ക്രിസ്തു. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരെ അയക്കുന്നു. ആരെ പ്രവചിക്കാൻ? മനുഷ്യൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്ന പ്രവാചകനല്ല, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ നീതീകരണത്തിനു വേണ്ടി, ശിക്ഷാവിധിയിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടുന്നതിനു വേണ്ടിയും നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കേണ്ടുന്നതിനും ശുദ്ധീകരണ പ്രക്രിയ യേശുക്രിസ്തുവിലൂടെ ലഭിക്കേണ്ടുന്നതിന് വേണ്ടി അവന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും വചനത്താലുള്ള ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണവും ക്രൂശിനാലുള്ള ശുദ്ധീകരണം, ഇങ്ങനെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയകളെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ദൈവിക ദൂതുകൾ വിളിച്ചു പറയുന്ന പ്രവാചകന്മാരെ ദൈവം എന്ത് ചെയ്തു? അയച്ചു. ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനത്തോടുകൂടി കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതികളെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ദൈവിക ജ്ഞാനം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷക്കാരെ ദൈവം എന്ത് ചെയ്യും? അയക്കും. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രിമാരായിട്ടുള്ളവർ. ദൈവവചനത്തിന്റെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വചനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഉപദേശങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഒരാളിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? അയക്കും. അപ്പോൾ പ്രവാചകന്മാരെ അയക്കുന്നു, ജ്ഞാനികളെ അയക്കുന്നു, ശാസ്ത്രിമാരെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അവരെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും?
അയക്കുമ്പോൾ അവരിൽ ചിലരെ നിങ്ങൾ എന്ത് ചെയ്യും? ക്രൂശിച്ചു കൊല്ലുന്ന. സത്യസുവിശേഷം പറയുന്നവരെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? പുറത്തുള്ളവർ ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളതെന്ത് ചെയ്യും? കഠിനമായ വാക്ക് പ്രയോഗമാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തന്നെ അത് ചെയ്യും. പുതിയ നിയമസഭയെ കുറിച്ചാണ് അത് പറയുന്നത്. എല്ലാവരുമല്ല, ചിലരെ നിങ്ങൾ എന്ത് ചെയ്യും? ക്രൂശിച്ചു കൊല്ലും. ബാക്കിയുള്ള ചിലരെ എന്ത് ചെയ്യും? ചമ്മട്ടി കൊണ്ടടിയും. ബാക്കിയുള്ള ചിലരെ എന്ത് ചെയ്യും? പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് എന്ത് ചെയ്യും? ഓടിക്കും. ഇതാണ് ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് വരുന്ന സംഭവം. ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി ദൈവവചനശാസ്ത്രം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം അഭിഷേകം കൊടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരായിട്ടിരിക്കുന്നവരോട് ജനം ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യും? ക്രൂശിച്ചു കൊല്ലും, ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു, പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് എന്ത് ചെയ്യും? ഓടിക്കും. അന്ത്യകാലത്തിൽ ചില കാര്യങ്ങൾ ശിഷ്യന്മാരോട് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ടു മുൻപ് സംസാരിച്ച കാര്യങ്ങളാണിത്. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 35-ാം വാക്യം, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നുകളഞ്ഞവനായ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ രണ്ടാം പകുതിയിലെ കാര്യം ആരോട് സംസാരിക്കുന്നതാണ്? പഴയ നിയമ വിശുദ്ധന്മാരോട്. പഴയ നിയമ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേൽ മക്കൾ, യഹൂദജനം. അപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ പറയുന്നത്, പുതിയ നിയമസഭയും പഴയ നിയമസഭയും. പുതിയ നിയമസഭയിലുള്ളവർ സത്യസുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈക്കൊള്ളത്തില്ല. യേശുക്രിസ്തുവിനെ പ്രവചിക്കുന്ന പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അത് കൈക്കൊള്ളത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടുന്നതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കാം. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. യേശുവിനെ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യേശുവിൽ അധിവസിച്ചിരുന്ന ആത്മാവ് തന്നെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള പ്രവചനത്തിന്റെ ആത്മാവാണ് യേശുവിൽ അധിവസിച്ചിരുന്നത്. യേശുവിൽ അധിവസിച്ചിരുന്ന ആത്മാവ് ചെയ്ത ദൗത്യമെന്നാണ്. യേശു ആരാണെന്ന് യേശുവിൽ അധിവസിച്ചിരുന്ന ആത്മാവ് അവനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അവൻ ദൈവത്തിൽ നിന്ന് വന്ന ദൈവപുത്രനായ ക്രിസ്തു. അത് പത്രോസിന് അത് കാണുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? ഇടയായി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് കാണുവാൻ ഇടയായത് കർത്താവിൽ അധിവസിച്ചിരുന്ന പ്രവചനത്തിന്റെ ആത്മാവാണ്. ഒരു വിശ്വാസിക്ക് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവം പ്രവചനത്തിന്റെ ആത്മാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രവചനത്തിന്റെ ആത്മാവിന് അവന് പ്രവചിക്കാനുള്ളത് യേശുവിനെ കുറിച്ചായിരിക്കും. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. പ്രവചനത്തിന്റെ ആത്മാവുള്ളവർ വചനത്തിലൂടെ യേശുവിനെ പ്രവചിക്കും. വചനത്തിലൂടെ ഭൗമികമായ കാര്യം അവൻ പ്രവചിക്കാൻ അവനില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം നൽകിയിരിക്കുന്ന പ്രവചനത്തിന്റെ ആത്മാവിൽ ഒരു പ്രവാചക ശുശ്രൂഷകൻ പ്രവചിച്ചാൽ ലോകത്തിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന, ലോക മനുഷ്യന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന കേവലം ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന ഭൗമികമായ ആഗ്രഹങ്ങൾ വച്ചു പുലർത്തുന്ന വിശ്വാസികൾക്ക് അത് കാണാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം ലഭിച്ച ദൈവത്തിന്റെ പ്രവാചകന്മാർ ലോകത്തിന് കാണാൻ കഴിയാത്ത ക്രിസ്തുവിനെ അവൻ വെളിപ്പെടുത്തും. Glory to God. ലോകത്തിന് കേൾക്കാൻ കഴിയാത്ത ആ ശബ്ദത്തെ വചനത്തിൽ നിന്ന് അവൻ വെളിപ്പെടുത്തും. ലോകത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങൾ പ്രവചനത്തിന്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവൻ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ലോക മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ചില കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുവാൻ തക്കവണ്ണം അവന്റെ
ഉള്ളിലിരിക്കുന്ന പ്രവചനാത്മാവിന് അത് സാധിക്കും. ലോകത്തിന് കേൾക്കാൻ കഴിയാത്ത ശബ്ദമാണ് ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള വെളിപ്പാടിന്റെ ശബ്ദം. ലോകത്തിന്റെ കണ്ണിന് കാണാൻ കഴിയാതിരിക്കുന്നതാണ് ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള പ്രവചനത്തിന്റെ ശബ്ദം. ലോകത്തിന്റെ ഹൃദയത്തിന് ധ്യാനിക്കാൻ കഴിയാത്തതാണ് ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള പ്രവചനത്തിന്റെ ശബ്ദം. അതോ ദൈവം തന്നെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ അത് വെളിപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ അത് കാണും, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ അത് കേൾക്കും, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ ആ വചനത്തെ ധ്യാനിക്കും. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കേൾക്കുന്നില്ല, അവന് പ്രാപിക്കാൻ കഴിയത്തില്ല, അവന് കൈക്കൊള്ളാൻ കഴിയത്തില്ല, അവന് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? നിത്യജീവന്റെ കാര്യമാണ്. അത്ഭുതം കിട്ടുവാൻ നടക്കുന്നവർക്ക് എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി, അത്ഭുതം നടക്കും. വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കത്തില്ല. വചനത്തിലെ ശക്തിയാണ് നിത്യജീവൻ. നാമത്തിൽ അത്ഭുത രോഗശാന്തി ഉണ്ടാകും, നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും, നാമത്തിൽ നിരവധി ദൈവിക പ്രവൃത്തികൾ എന്ത് ചെയ്യും? വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. പക്ഷെ യേശുവിന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവൻ ഉണ്ടാകത്തില്ല. വചനത്തിലാണ് നിത്യജീവന്റെ ശക്തി ഇരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ദൈവം പ്രവാചകന്മാരെ അയക്കുമ്പോഴും ജ്ഞാനികളെ അയക്കുമ്പോഴും ശാസ്ത്രികളെ അയക്കുമ്പോഴും അവർ എന്ത് ചെയ്തു? ഈ പ്രവചനം അവർക്ക് എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട. നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. പ്രവചനത്തിന്റെ ആത്മാവ് ലഭിച്ചിരിക്കുന്നവർ അവർ വചനത്തിലൂടെ യേശുവിനെ എന്ത് ചെയ്യും? സാക്ഷ്യപ്പെടുത്തും. യേശുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് യേശുവിനെ എന്ത് ചെയ്തു? സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ പത്രോസ് ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടു. ഫിലിപ്പോസ് പിതാവാം ദൈവത്തെ ക്രിസ്തുവിൽ കാണുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടുകൂടെ നടക്കുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലയോ? ഞാനും പിതാവും ഒന്നത്രേ. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നത്. അവൻ എന്നിലൂടെ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം പിതാവിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് പത്രോസിന് എന്ത് ചെയ്യുന്നു? പുത്രനെ വെളിപ്പെടുത്തുന്നു. ഫിലിപ്പോസിന് പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആളത്തെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പുത്രത്വത്തെയും പിതാവാം ദൈവത്തെയും നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചറിയുവാൻ കഴിയും. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ് ഈ സത്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും? പ്രവാചകന്മാർ എന്ത് ചെയ്യും? പ്രവചിക്കും. ശാസ്ത്രിമാരെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് വചനത്തിൽ നിന്ന് കൃത്യമായ വെളിച്ചത്തിലൂടെ എന്ത് ചെയ്യും? അവർ സംസാരിക്കും. ദൈവവചന ജ്ഞാനത്തിലൂടെ അവരെന്ത് ചെയ്യും? സംസാരിക്കും. സംസാരിക്കുമ്പോൾ ചിലരെ എന്ത് ചെയ്യും? ക്രൂശിക്കും. ബാക്കി ചിലരെ എന്ത് ചെയ്യും? ചമ്മട്ടി കൊണ്ടടിക്കും. ബാക്കി ചിലരെന്ത് ചെയ്യും? ആ പട്ടണത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഓടിക്കും. കാരണം എന്താണ്? യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. പ്രവചനത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നവരെ ഇത് ചെയ്യും, അല്ലാത്തവരെന്ത് ചെയ്യും? സ്വീകരിക്കും. ഭൗമികമായ നന്മകളെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. പക്ഷെ സത്യസുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സംഭവിക്കും. എന്നിട്ട് കർത്താവ് പഴയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നീതിമാനായ ഹാബേൽ ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ജീവൻ. കൊന്നുകളഞ്ഞു കയീൻ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന ഹാബേലിന് എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. അപ്പോൾ ഹാബേലിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പഴയ നിയമത്തിൽ ആരംഭ വ്യക്തിയെ എന്ത് ചെയ്യുന്നു? ആരാധനയിൽ ആരംഭ വ്യക്തിയെ കർത്താവ് പറയുകയാണ്, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകും. ഇവിടെ നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ മേൽ വരും, യഹൂദ ജനതയുടെ മേൽ വരും. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ ഈ തലമുറ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തലമുറമേൽ വന്നു തുടങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് പുതിയ നിയമസഭയിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞേ?
സത്യസുവിശേഷത്തെ തള്ളിക്കളയുന്ന ഒരു കാലം വരും. കെട്ടുകഥ കേൾക്കുന്ന ഒരു കാലം വരും. തീമോഥെയോസിൽ അത് പറഞ്ഞു കൊടുക്കും. ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനത്തിന് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാലം എന്ത് ചെയ്യും? വരും. മറുവശത്ത് യഹൂദ ജനതയ്ക്ക് എന്ത് ചെയ്യും? അവർ ചെയ്ത കാര്യങ്ങൾക്കുള്ള സകലവിധമായ ശിക്ഷാവിധികളും അവരുടെ മേലും എന്ത് ചെയ്യും? ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി പറയുന്നു. എന്നിട്ട് ദൈവം അവിടെ പറയണ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ഇവിടെ ആത്മീയ അർത്ഥത്തിൽ യെരൂശലേം എന്ന് പറയുന്നത് പുതിയ നിയമസഭയാണ്. അക്ഷരികമായിട്ടുള്ളത് പഴയ നിയമ ഇസ്രായേലാണ്. ഈ പഴയ നിയമ ഇസ്രായേൽ ആയാലും പുതിയ നിയമസഭയായിരുന്നാലും രണ്ടുപേരോടും ദൈവം കൈനീട്ടി വിളിക്കുമ്പോൾ അവരുടെ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം കൈനീട്ടി വിളിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? അവർക്ക് ഈ സംരക്ഷണമൊന്നും അവർക്ക് താല്പര്യമില്ല. ഇവിടെ വായിക്കുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലും ചിന്തിച്ചതാ, ദൈവം അധികാലത്തിലും പ്രവാചകന്മാരെ എന്ത് ചെയ്യുന്നു? തട്ടി ഉണർത്തി എല്ലായ്പ്പോഴും തന്റെ ജനത്തെ അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവ വഴിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അവരെ കൊണ്ട് ദൈവം ജനത്തോട് ഉപദേശിച്ചിട്ടും അവർക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാൻ മനസ്സില്ലാതെ അവർ തങ്ങളുടെ സ്വന്തം ആലോചന നിമിത്തം, ദുശാഠ്യ നിമിത്തം അവർ ദൈവത്തിന്റെ അടുക്കലേക്ക്, മുൻപിലേക്കല്ല, അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പുറകിലേക്ക് തന്നെ പൊക്കളഞ്ഞു. അതവർക്ക് ശിക്ഷാവിധിക്ക് എന്ത് ചെയ്തു? കാരണമായി തീർന്നു. അതുപോലെ ഇവിടെ പ്രവാചകന്മാരെ വെച്ച് ദൈവം തന്റെ ജനത്തെ വിളിക്കുന്നു. അന്നും ഇന്നും എന്നും ദൈവം വിളിക്കുന്നു. അതാണ് സുവിശേഷം. യഹൂദന്മാരെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. പുതിയ നിയമ മണവാട്ടി സഭയെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. അക്ഷരികമായ ഇസ്രായേലിനെയും വിളിക്കുന്നു, ആത്മീയമായ ഇസ്രായേലിനെയും ദൈവം എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. പഴയ നിയമ ഇസ്രായേലായാലും പുതിയ നിയമ ഇസ്രായേലായാലും ദൈവിക സംരക്ഷണത്തിലേക്ക് അവർക്ക് അവരുടെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ മനസ്സില്ലാതെ വരുന്ന ഒരു സമയമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭൗമികമായ കാര്യങ്ങളാണ് അവർക്ക് പ്രാധാന്യം. അങ്ങനെ ദൈവത്തിന്റെ ആലോചനകളെ തള്ളിക്കളഞ്ഞ് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുവാൻ തന്റെ പ്രവചനത്തിന്റെ ആത്മാവിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അയച്ചിരിക്കുന്ന പ്രവാചകന്മാരെ അവർ എന്ത് ചെയ്യും? തള്ളിക്കളയും. അങ്ങനെ നിങ്ങളുടെ ഭവനം എന്ത് ചെയ്യും? ശൂന്യമായി തീരും. ഇവിടെ അക്ഷരികമായിട്ടുള്ള ഇസ്രായേൽ അന്ന് കർത്താവ് ജീവിച്ചിരുന്ന കാലത്തിന് ശേഷം, അതായത് AD 70 കാലഘട്ടത്തിൽ സീസർ ചക്രവർത്തിയുടെ സമയത്തിൽ ആലയത്തിന് തീക്കെന്ത് ചെയ്തു? ഇരയാക്കി തീർത്തു. കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഈ ഭവനം എന്ത് ചെയ്യും? ശൂന്യമായി പോകും. അതങ്ങനെ തന്നെ AD 70 ആ കാര്യം എന്ത് ചെയ്തു? സംഭവിക്കുക. പക്ഷെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന്റെ മറുപടിക്ക് പിന്നെയും കാലഘട്ടം മുമ്പിലേക്ക് വരണം. കർത്താവിന്റെ വരവിന്റെ കാര്യമാണ്. ഭവനം ശൂന്യമായി പോകുന്ന കാര്യം കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടെ സൂചിപ്പിക്കുകയാണ്. കല്ലിന്മേൽ കല്ല് എന്ത് ചെയ്യത്തില്ല? ശേഷിക്കത്തില്ല. ആലയം പണിയുമ്പോൾ ആ ആലയത്തിലെ പണികളെല്ലാം തന്നെ മകുടവും അതിന്റെ അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള പണികൾ സ്വർണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പണി തീർത്തിരുന്നത്. അതിനകത്തുള്ള വിശേഷമായ കാര്യങ്ങളെല്ലാം തന്നെ സ്വർണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പണി കഴിപ്പിച്ചിരുന്നത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിന് അനന്തരം ഈ യഹൂദജനം എന്ത് ചെയ്യുന്നു? ചെതറപ്പെടുകയാണ്. മറ്റ് ഇസ്മായേല്യ സന്തതികളായിരിക്കുന്നവർ ദൈവജനത്തെ എന്ത് ചെയ്യുന്നു? അന്നത്തെ യഹൂദജനത്തെ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുകയും അന്നത്തെ കിരാതമായ രാജഭരണം ആലയത്തെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുവാൻ തക്കവണ്ണം അതിൽ ഒരു ഭടൻ വലിയൊരു തീപ്പന്തം എന്ത് ചെയ്തു? കത്തിച്ച് ആലയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? വലിച്ചെറിയുകയും അത് തുടർന്ന് ആലയത്തെ മുഴുവനും അതെന്ത് ചെയ്യുന്നു? കത്തിപ്പിടിപ്പിക്കുകയും അതിനെ തീക്കിരയാക്കി തീർക്കുകയും ചെയ്തു. വീണ്ടും എത്രയോ കാലം, 300 ചില്ലറ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ആ സ്ഥലത്തിലേക്ക് ശരിക്കും ജനവാസം പോലും, ആൾക്കാർ പോലും അവിടെ വരുന്നതായിട്ട് ചരിത്രം നമ്മൾ കാണുന്നു. അവിടെ വരുമ്പോൾ ഒരു കരിമ്പാറ പോലെ ഇരിക്കുകയാണ്. കാരണം ഇതെല്ലാം കല്ലുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 10-20 പേരൊന്നും എടുത്താൽ പൊങ്ങാത്ത കല്ലുകൾ കൊണ്ടാണ് ഈ ആലയപ്പണി എന്ത് ചെയ്തിരിക്കുന്നത്? അതിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ
കാര്യങ്ങളൊക്കെ ഇന്നും ഇസ്രായേലിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ മതിലുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ 10-20 പേരൊന്നും പിടിച്ചാൽ പൊങ്ങാത്ത കല്ലുകളെ കൊണ്ടാണ് അതിന്റെ മതിലുകളൊക്കെ എന്ത് ചെയ്തത്? പണിതിരുന്നു. അപ്പോൾ അകത്ത് പണിതിരുന്ന ആലയം എന്ത് ചെയ്തു? തീക്കരയാക്കി കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ മനുഷ്യരവിടെ വരുമ്പോൾ അതിനെ തൊട്ടും അതിനെ കല്ല് വച്ച് ചുരണ്ടിയൊക്കെ നോക്കിയപ്പോൾ ഈ കരിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ അംശങ്ങൾ എന്ത് ചെയ്തു? കാണാൻ തുടങ്ങി. അങ്ങനെ ഈ സ്വർണം എടുക്കുവാൻ തക്കവണ്ണം ഓരോ കല്ലും, എടുത്താ പൊങ്ങാത്ത കല്ലാളുകളാണെങ്കിൽ പോലും ഓരോ കല്ലുകളും കുത്തി ഇളക്കി ഉരുകി ഉരുകി ഈ കല്ലുകൾക്കിടയിൽ ഇരിക്കുന്ന സ്വർണം എടുക്കുവാൻ വേണ്ടി ഓരോ കല്ലുകളെയും മറിച്ചിട്ടു. അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഈ ആലയം എന്ത് ചെയ്തു? ജാതികൾക്ക് ചവിട്ടുവാൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് കർത്താവ് പ്രവചിച്ചു. മനുഷ്യപുത്രന്റെ വരവിന്, ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നും നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിൽ ദൈവത്തിന്റെ ആലയത്തെ പണിയപ്പെടേണ്ടുന്നതിനുള്ള കാര്യമാണ് ഇതിന്റെ പുറകിലുള്ള ഹിഡൻ അജണ്ട. അങ്ങനെ ഒരു ആലയ പണിയെ കുറിച്ച് പ്രവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇതൊരു വിശദമായ ഒരു പഠനമാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്കിതിന്റെ ഇന്ന് വായിച്ച കാര്യങ്ങളിൽ തന്നെ അതിന്റെ തെളിവ് വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ കൂടെ നമുക്ക് ധ്യാനിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരു പടി കൂടെ ഒരുങ്ങി കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാത്തത് കാരണമാണ് ലാഘവത്തോടു കൂടിയ ക്രിസ്തീയ ജീവിതം എന്ത് ചെയ്യുന്നത്? നയിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ 2 കാര്യങ്ങളെ ഉള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ തേജസ്കരണം, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലോ ശരീരത്തിന്റെ പുനരുത്ഥാനം. ഈ 2 കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് വേണം ഒരു വിശ്വാസി ഒരു സഭയിൽ ആയിരിക്കാൻ, ഒരു ശുശ്രൂഷക്കാരൻ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ. ശുശ്രൂഷക്കാരൻ തേജസ്കരിക്കപ്പെടണം കർത്താവിന്റെ വരവിൽ. ഇല്ലാത്ത പക്ഷം അവൻ കൈവിടപ്പെടും. അവൻ പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്നവനോ ആ വചനം അവൻ ഏറ്റെടുക്കുമ്പോൾ അവന് സംഭവിക്കേണ്ടിയ കാര്യം ലോകപ്രകാരമുള്ള അത് കിട്ടും ഇത് കിട്ടും എല്ലാം കിട്ടും എന്നുള്ള കാര്യമല്ല. കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താൽ അവൻ അവന്റെ ജീവിതത്തെ ദൈവത്തിന്റെ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന്റെ വരവ് സംഭവിക്കുകയാണെങ്കിൽ അവൻ കള്ളനെ പോലെയാണ് അവൻ വരുന്നതെങ്കിൽ ആ നിമിഷത്തിൽ അവൻ ആയിരിക്കുന്ന ശരീരം തേജസ്കരിക്കപ്പെടണം. അതല്ല, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരണത്താൽ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കൽ കല്ലറകൾ തുറക്കുമ്പോൾ മർത്യശരീരം കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? പുനരുത്ഥാനം പ്രാപിച്ചെടുക്കപ്പെടണം. ഈ 2 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടത്? സംഭവിക്കേണ്ടത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ വേറെ ഒരു കാര്യവും സംഭവിക്കത്തില്ല. ഈ 2 കാര്യമാണ് സംഭവിക്കുന്നത്. ഈ 2 കാര്യത്തിനകത്ത് നമ്മൾ ഉൾപ്പെടാത്ത പക്ഷം നിത്യമായ നരകത്തിൽ മാറ്റപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ഈ പ്രധാന ദൂതന്റെ ശബ്ദം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, മോശ മരണപ്പെട്ട് മോശയുടെ ശരീരത്തെ കുറിച്ച് ദുഷ്ടാത്മസേന തർക്കിച്ച് വാദിക്കുമ്പോൾ ദൈവം മോശയെ വിടുവിക്കേണ്ടുന്നതിന് അവിടെ മീഖായേലിനെ ദൈവം എന്ത് ചെയ്യുന്നു? മോശയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച് വാദിച്ചെങ്കിൽ എന്റെ ശരീരത്തെ കുറിച്ച്, നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തെ കുറിച്ച് പൈശാചിക മണ്ഡലം തർക്കിച്ച് വാദിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ശരീരത്തെ കുറിച്ചും തർക്കിച്ച് വാദിക്കുന്ന ഒരു ശക്തമായ ഒരു പോരാട്ടം കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ഈ ആകാശമണ്ഡലത്തിൽ നടക്കും. ഈ ശരീരത്തെ വാദിക്കുന്ന അന്ധകാര ശക്തികൾ ശക്തമായിട്ട് എന്ത് ചെയ്യും? പോരാടുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച് വാദിച്ചപ്പോൾ ആ വാദിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് മോശയുടെ ശരീരത്തെ വീണ്ടെടുക്കുവാൻ ദൈവം മീഖായേലിനെ അയച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ മീഖായേലിനെ ദൈവസഭയെ എടുക്കപ്പെടുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതനെയും കൊണ്ടാണ് വരുന്നത്. എന്തുകൊണ്ട്?
ഈ ദൈവസഭയിലായിരിക്കുന്ന വിശ്വാസ ജനങ്ങളെ മധ്യാകാശത്തിലേക്ക് കടത്തിവിടാതെ ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളും ശക്തമായ ഒരു പോരാട്ടം എന്ത് ചെയ്യും? ഉണ്ടാകും. എന്നാൽ ആ പോരാട്ടത്തിൽ ജയിച്ച് ദൈവസഭയെ മധ്യാകാശത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവിനോടുകൂടെ പ്രധാന ദൂതൻ കൂടി വരും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെയൊക്കെയാണ് നമ്മൾ ആത്മാവിലാകാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് നമ്മെ കുറിച്ചിട്ടുള്ള കരുതൽ, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തന്റെ നാളിൽ അത് തികയ്ക്കും. നമ്മുടെ ദിവസം, ഹല്ലേലൂയ, ആ ദിവസമാണ് കർത്താവിന്റെ വരവിലാണ് നമ്മുടെ ദിവസം. നാം തേജസ്കരിക്കപ്പെടുന്ന ദിവസം, നാം പുനരുദ്ധാനം പ്രാപിക്കുന്ന ദിവസം. നമ്മിൽ നല്ല പ്രവൃത്തി ക്രിസ്തു ആരംഭിച്ചവൻ അത് തികയ്ക്കും, മധ്യാകാശത്തിൽ തികയ്ക്കും. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളമുള്ളത്. Glory to God. അതിന്റെ സമയം എന്ത് ചെയ്തിരിക്കുന്നു? ആസന്നമായിരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ മീഖായേലിനെ കൂടെ അയച്ചിട്ടാണ് ദൈവത്തിന്റെ സഭയെ മധ്യാകാശത്തിൽ ചേർക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കാര്യമാണ് അവിടെ സംഭവിച്ചത്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് ആർക്കാണ്? മരിച്ചവർക്കാണ് പുനരുദ്ധാനം ആദ്യം സംഭവിക്കുന്നത്. പിന്നെയാണ് ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം തേജസ്കരണം പ്രാപിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വമാരെ തേജസ്സിൽ ദൈവം നിർത്തിയിരുന്നത് പോലെ ദൈവം മനുഷ്യനെ വീണ്ടും തേജസ്കരിക്കും. അത് പുത്രനായ ക്രിസ്തു മറുരൂപ മലയിൽ ശിഷ്യന്മാർക്ക് കർത്താവ് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. യേശുവിന്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടപ്പോൾ മിന്നിത്തിളങ്ങുന്ന വസ്ത്രം പോലെ, ഹല്ലേലൂയ, സൂര്യന്റെ തേജസ്സിനേക്കാൾ തേജസ്സുള്ള ഒരു ശരീരമായി കർത്താവ് എന്ത് ചെയ്തു? തേജസ്കരണം ചെയ്ത് കാണിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കും ഈ തേജസ്കരണം ക്രിസ്തുവിലൂടെ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശീകരിച്ച് കർത്താവ് അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്നെ തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞ് കർത്താവിനെ തൊട്ടു നോക്കുമ്പോൾ ഓർത്തു കൊള്ളണം, അതുപോലൊരു ശരീരത്തിൽ നിങ്ങൾക്കും കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യാൻ പറ്റും? തേജസ്കരണം പ്രാപിക്കാൻ പറ്റും. ഇതാണ് രക്ഷയുടെ സുവിശേഷം പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: അവന്റെ തേജസ്കരണവും അവന്റെ പുനരുദ്ധാനവും. ഇത് പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ആത്മാവിന് അത് നങ്കൂരമാണ്. അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നിത്യമായി പ്രവേശിക്കുവാനുള്ളതാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ